ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മധുരം കഴിക്കണമെന്ന്. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല കട്ടൻ ചായ, നല്ല എന്തെങ്കിലും മധുരമുള്ള സാധനമൊക്കെ കഴിക്കാൻ നമുക്ക് തോന്നൂല. അങ്ങനെ എനിക്കും തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി മൈദാമാവ് മേടിച്ചുകൊണ്ട് വന്നു. നോൺ സ്റ്റിക്ക് പാനിലേക്ക് ദോശമാവ് പരുവത്തിൽ കലക്കി ഒഴിച്ച് അതിനുശേഷം ശർക്കരയും നല്ല ജീരകവും തേങ്ങയും കൂടെ കുഴച്ച് അതിലേക്ക് വെച്ച് എന്നിട്ട് മടക്കിയെടുത്ത് 1-2 മിനിറ്റും കൂടെ വെച്ച ശേഷം നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല കനം കുറഞ്ഞതാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെയാണ് കേട്ടോ. അത് കണ്ടോ, ശർക്കരയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയ ശേഷം പറയാവേ. സൂപ്പറായിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞ് നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ശർക്കര പൊടിയാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റി കേട്ടോ. ശർക്കര പൊടിയും മൈദാമാവും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ, ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാക്കുന്നേക്കാളും കുറച്ചുകൂടി ടേസ്റ്റാണ് മൈദാമാവും കൊണ്ട് നമ്മളിത് തയ്യാറാക്കുമ്പോൾ. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് കലക്കാനായിട്ട് നമുക്ക് മൈദാപ്പൊടിയിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ദോശയൊക്കെ കലക്കിയില്ലേ, ദോശയുടെ പരുവത്തിൽ കലക്കിയെടുക്കുക മാവ്. എന്നിട്ട് പാനിലേക്ക് കലക്കി ഒഴിക്കുക, കോരി ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ശർക്കരയും തേങ്ങയും ഏലക്കായും ജീരകവും കൂടെയുള്ള നല്ല അടിപൊളി ഫില്ലിങ്. ഇത് കണ്ടോ, കണ്ടാൽ തന്നെ കൊതിയാവുന്നില്ലേ? നല്ല കോഴിക്കോട്ടൊക്കെ ഇരിക്കില്ലേ, അതുപോലെ കനം കുറഞ്ഞിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. കഴിക്കും തോറും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ കുട്ടാപ്പിക്കോ ഒന്നിനുമൊക്കെ കൊടുത്തു, അവർ കഴിച്ചു, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടാപ്പ് കൈ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടാപ്പിക്ക് ഇത്തിരി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ മഴക്കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതാണ്. അതുവരേക്ക് ബൈ ഫ്രം വിധു.